ഹായ് ഹലോ നമസ്കാരം. ഞാൻ കുറച്ചധികം നാളായിട്ട് ഒരു ഓൺ വോയിസ് ചെയ്തിട്ട് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പം ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ടോപ്പിക് കിട്ടിയത്. എവരി റിജക്ഷൻ ഈസ് എ ബ്ലെസ്സിങ്. പറയാൻ റീസൺ വരുമൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ നടൻ്റെ ഉദയവും അസ്തമയവും 2002 ഇറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന് പറഞ്ഞ മൂവിയിലാണ് സംഭവിച്ചത്. അവർ ഉദ്ദേശിച്ച രീതിയിൽ അത് ഹിറ്റായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് ഇൻസൾട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അഭിനയിക്കാൻ അറിയില്ല എന്ന് വരെ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് നിർത്താതെ, അല്ലെങ്കിൽ ആ ഒരു പാഷൻ്റെ പുറകെ പോയി അതിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ്, ആ റിജക്ഷനൊക്കെ മറികടന്നത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് ഇടാൻ പറ്റിയത്. ഈവൻ ആവേശം വരെയുള്ള ഒരു മൂവിയിൽ എല്ലാവരും അദ്ദേഹത്തെ വാവ് സൂപ്പർ ആക്ടിങ് എന്ന് പറഞ്ഞു. അതായത് ഇൻസൾട്ട് ചെയ്തവരെയും കൊണ്ട് എന്നെ കൈയടിപ്പിച്ചതാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു മധുര പ്രതികാരം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ റിജക്ഷൻ വരുമ്പോൾ ലൈഫിൻ്റെ എൻഡ് അല്ല, ശരിക്കും നമുക്ക് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് റിജക്ഷൻ വരുന്നത്. എൻ്റെയൊക്കെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള റിജക്ഷനാണ്. ആരെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ പേര് അതിനകത്തുണ്ടോ, റിജക്ഷൻ ലിസ്റ്റിലാണല്ലോ വരേണ്ടത്. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള റിജക്ഷനാണ്. പക്ഷേ പിന്നീട് അങ്ങടേക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് ദൈവം തന്നെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അന്ന് അങ്ങനെ റിജക്ഷൻ വന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എന്തെങ്കിലും റിജക്ഷൻ വന്നാലും എനിക്കങ്ങനെ സങ്കടം വരാറില്ല. ദൈവത്തിന് നന്ദി പറയും. കാര്യം എനിക്കത് വിധിച്ചതായിരിക്കില്ല. സോ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു റിജക്ഷൻ വന്നിരിക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമ്മുടേതായിട്ടുള്ള ടേൺ വരും. സോ ബി ഹാപ്പി. ബൈ.